ഹലോ ഗൈസ്, രാവിലത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞ ശേഷം നേരെ കണ്ണ് തിരുമ്പി അടുക്കളയിലോട്ടോ വന്നത്. അടുക്കളയിൽ വന്നതിന് ശേഷം ചായക്കുള്ള പരിപാടി നോക്കാൻ ഓർത്തു കേട്ടോ. തലേ ദിവസം കുതിർത്ത് വെച്ച് അട്ടാണി നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിൽ കുറച്ച് വെള്ളം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ചപ്പാത്തി മാവിലോട്ട് ആവശ്യമുള്ള വെള്ളം തിളച്ച് വന്നപ്പോൾ ചപ്പാത്തി പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി മാറ്റി വെക്കുന്നുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ചായ കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി മാവിൽ ചൂടൊക്കെ ഇറക്കി കഴിഞ്ഞപ്പോൾ കുഴച്ച് ഉണ്ട ഇട്ടിട്ട് നല്ലോണം ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. ചായ ആയപ്പോൾ ഫ്ലാസ്കിലോട്ട് ചായയും പകർത്തി വെക്കുന്നുണ്ട് കേട്ടോ. ചപ്പാത്തി കുഴച്ച ആ സ്ഥലമൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ചപ്പാത്തി ഓരോന്നായി ചുട്ട് ഞാൻ കാസ്ട്രോളാട്ടോ വെക്കുന്നത്. അപ്പോഴത്തേക്കും ഗ്രീൻ പീസ് കറിയൊക്കെ കൂടെ സെറ്റ് ആയിട്ടുണ്ട്. അതൊന്ന് സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം നല്ലോണം ഒന്ന് ടേബിളിൽ കൊണ്ട് വെച്ചതിന് ശേഷം അടുക്കളയൊക്കെ നല്ലോണം ഒന്ന് ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരുന്നിട്ടുണ്ട്. ഇക്കാക്ക് നേരത്തെ ഫുഡ് കഴിച്ച് എണീറ്റ് പോയിട്ടുണ്ട് കേട്ടോ. ആ പാത്രത്തിൽ തന്നെയാണ് ഞാനും ഫുഡ് കഴിക്കുന്നത്. ആ പാത്രത്തിൽ ഫുഡ് കഴിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? പാത്രങ്ങൾ നമുക്ക് ഒരുപാടൊന്നും കഴുകണ്ടല്ലോ, അതുകൊണ്ടിട്ടാണ്. ചപ്പാത്തിയും ഗ്രീൻ പീസും നല്ല ചൂട് ചായ കിട്ടും. ഒട്ടും വെള്ളം ചേർക്കാറില്ലാണ്ട് ചായയിൽ, അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റുള്ള ചപ്പാത്തിയും ഗ്രീൻ പീസും കഴിച്ച് അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ഇട്ടിട്ട് എൻ്റെ